24,08,503, 24,08,503. These are uncollectibles. Uncollectibles എന്ന് പറയുന്നത് 5 കാറ്റഗറി വിധമാണ്. 24,08,503. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിംഗിൽ ഉണ്ടായിരുന്ന കണക്ക് തന്നെയാണ്, സെയിം കണക്ക്. സോ അതിൽ ഡെഡായി വന്നിട്ടുള്ളവർ 6,49,885. ആബ്സെൻ്റ് ആയിട്ടുള്ളവർ 6,45,548. ഷിഫ്റ്റഡ് 8,16,221. ഡ്യൂപ്ലിക്കേറ്റ്സ് 136,029. അതേഴ്സ് എന്നുള്ള കാറ്റഗറി 160,830. ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് 24,08,503. ഈ കരട് വോട്ടർ പട്ടികയുടെ പബ്ലിഷിന് മുൻപ് 27 ഒക്ടോബർ 2025 കൂടി നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്ന വോട്ടേഴ്സിൻ്റെ കണക്കെന്ന് പറയുന്നത് 2,78,50,855. 2,78,50,855. ഇതായിരുന്നു 27 ഒക്ടോബർ 2025 കൂടി നമ്മൾ ഫ്രീസ് ചെയ്ത ലിസ്റ്റ്. ഈ നിലവിലുണ്ടായിരുന്ന എല്ലാ വോട്ടേഴ്സിനും നമ്മൾ പ്രീ പ്രിൻറ്റഡ് ആയിട്ടുള്ള എനുമറേഷൻ ഫോം പ്രിൻ്റ് ചെയ്യുകയും അത് നമ്മൾ വിതരണം ചെയ്തിട്ട് തിരികെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നെ നമുക്ക് ആൾക്കാരെ പൂരിപ്പിച്ച് തിരികെ ലഭ്യമാക്കിയിട്ടുള്ള എനുമറേഷൻ ഫോമിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2,54,42,352. അതായത് 2,54,42,352. ഇത് 91.35% ആണ് നിലവിലുള്ള എനുമറേഷൻ ഫോംസ് പൂരിപ്പിച്ച് തിരികെ ലഭ്യമാക്കിയിട്ടുള്ള ആൾക്കാരുടെ ഒരു കണക്ക്. ഇതിലെ മെയിൽസ് പുരുഷന്മാർ 1,23,83,341. അതായത് 1,23,83,341. 1,23,83,341. ഇതാണ് പുരുഷന്മാർ. ഫീമെയിൽസ് സ്ത്രീകൾ 1,58,831. 1,30,58,731. പിന്നെ തേർഡ് ജെൻഡർ ആയിട്ടുള്ളത് 280. അതായത് 280. തേർഡ് ജെൻഡർ 280. സോ ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കെന്ന് പറയുന്നത് 2,54,42,352. അതിൻ്റെ ഒരു ബ്രേക്കപ്പാണിത്. 2,54,42,352. അതിൻ്റെ ബ്രേക്കപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മെയിൽ 1,23,83,83,341. ഫീമെയിൽസ് 1,30,30,58,731. തേർഡ് ജെൻഡർ 280. സോ ഇതാണ് മൊത്തം 91.35% എനുമറേഷൻ ഫോംസ് പൂരിപ്പിച്ച് തിരികെ ലഭ്യമാക്കിയിട്ടുള്ള വോട്ടേഴ്സ്. ബാക്കി 8.65%, അതായത്